മീനെ മുള്ളുണ്ടാവും. ഇത് കഴിച്ചു നോക്കിയേ പൊടിക്ക് കാണോ കഴിച്ചു വേണ്ട ശരിക്കടുത്ത് കഴിക്കുക. ആൾക്കാർ പറയാൻ പറ്റി കഴിക്കില്ല, ഞാൻ ഭക്ഷണം തന്നില്ലെന്ന് പറഞ്ഞ നീ എന്ത് കാര്യം അങ്ങനെ പറയാണ്ട് എൻ്റെ ബക്കലാണ് ഇവിടെ പോരാത്. ഇവര് പുറത്തുനിന്ന് എന്ത് പറഞ്ഞാലും എനിക്ക് വാങ്ങിച്ചു തരാം. 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ഇത്ര ഭക്ഷണം കിട്ടൂല. എന്താ എന്താ മീൻ മേടിച്ചിട്ടുണ്ട്. മീനാ? എന്ത് മീൻ? പിലോപ്പി. ഇവിടെ എന്തെങ്കിലും കറിക്ക് മേടിച്ചിട്ടുണ്ടോ? ആ ഇവിടെ അച്ഛനെ വെച്ച് വിളിച്ചിട്ടുണ്ട്. ചട്ടി എടുത്തോ. അതെ പിടക്കണ മീൻ കണ്ടപ്പോ മേടിച്ചതാ. എല്ലാവരും നിനക്ക് പിലോപ്പി ഇഷ്ടമുള്ള കരിമീനെക്കാട്ടും ടേസ്റ്റ് പിലോപ്പി അല്ലേ? പിടക്കണ വെള്ളമീൻ വെള്ളം വെള്ളത്തിലൊട്ടിക്കോ ചോറ് ഒഴിക്കുന്നത് ഇതൊക്കെ പിടക്കണതാ. കസൊക്കെ മാറിയിട്. ദൈവം കണ്ട അതൊക്കെ കണ്ട് മീൻ തേക്കണ മാന്തി കണ്ടല്ലേ അപ്പം കണ്ട് പിടക്കണ നോക്കിയാ ചള നോക്കിയേ. അതല്ലേ പിടക്കണേണ്ടല്ലോ നീ മേടിച്ചത്. എത്ര കിലോ ഉണ്ടാവുന്ന ഇത്? 1.5 കിലോ. 1 കിലോ വെള്ളം എന്തല്ല 1 കിലോ എത്ര വരും? 200 രൂപ എന്നാ? 250. ഞാൻ കയ്യിൽ തീറ്റക്കണേ വന്നിട്ട് മീൻ വെട്ടിത്താ. മാന്തിയുണ്ട് വെട്ടാം. അപ്പോൾ ടീമേ മീൻ വെട്ടണേണ്ട നന്നാക്കണേണ്, ക്ലീൻ ചെയ്യണേണ്. അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ട് 2 മണിക്കൂറായി. അപ്പോൾ എനിക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി. എന്നിട്ട് ഞാൻ വന്നിട്ടാണ് ഇത് ചെയ്യണത്. ഓൾറെഡി പിലോപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ കുറച്ച് വെട്ടിക്കാൻ ഞാൻ കാണിച്ചത്. 2 ഇനി വെട്ടാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണ്ടോ ചെതമ്പ് കളയാൻ വേണ്ടി. ഇതാണ്ട വെറുതെ ഇങ്ങനെ പഠിച്ചാൽ മതി, ചെതമ്പിൽ കംപ്ലീറ്റ് പോകും. അപ്പോൾ ഞാൻ 3 മീൻ വൃത്തിയാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മച്ചിക്ക് ഇന്ന് റെസ്റ്റാണ് കേട്ടോ അമ്മച്ചി. അപ്പോൾ ഞാൻ വെച്ചുതരാം മീൻ, അമ്മച്ചി കഴിക്കണം. അമ്മച്ചി സാധനങ്ങൾ മാത്രം വെച്ചാൽ കസേര ഇരുന്നാൽ മതി ഇന്ന് കേട്ടാ. ശരി. എന്താ പറയണ മീൻ എങ്ങനെ ഉണ്ടായി അമ്മച്ചി? മീൻ നന്നായിരിക്കും, നല്ല മീൻ. ഇതിന് മുള്ളേ ഇത്തിരി കട്ടിയാ വലുതായതുകൊണ്ട്. വല്ല ഐഡിയ ഉണ്ടോ മുള്ളു കളയാൻ? ഐഡിയ ഒന്നും ഇല്ല. അത് അങ്ങനെ അമ്മച്ചിക്ക് ഇത്ര വലിയ മീനൊന്നും വെട്ടാൻ പറ്റൂല അല്ലേ? അത് തന്നെ. അമ്മ മുള്ളേ അവരെ കൊണ്ടുവന്ന് കളയിപ്പിക്കണം. അപ്പം അങ്ങനെ കട്ടിങ്ങല്ല. അവിടെ കട്ട് ചെയ്ത് തരൂല, വീട്ടുകാരുടെ മേടിച്ചല്ലേ. അമ്മച്ചി ഇന്ന് വെറുതെ ഇരുന്നാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. കസേര ഇരുന്നാൽ മതി, വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടേ, ഇതുപോലെ ഇതൊക്കെ പൊളിച്ചിരുന്നാൽ മതി. അപ്പോൾ ടീമേ ഞാൻ മറ്റേ മീനൊക്കെ അടിപൊളി വൃത്തിയാക്കി. അപ്പോൾ ഞങ്ങളുടെ മെയിൻ സംഭവം പുട്ടാണ് കേട്ടോ. അമ്മച്ചി പുട്ടിനുള്ള പൊടി കുഴക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തേങ്ങ ചേർന്നതുണ്ട്, ചെറിയ ചെറിയ പണികളുണ്ട് അമ്മച്ചിക്ക്, എല്ലാം കൂടി എനിക്ക് എടുക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഇട്ടേക്കണുണ്ടോ, ഇതാണ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇരുന്നത് തോർത്തിടും. അപ്പോൾ തോർത്തിട്ട് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതുണ്ടാ പിലോപ്പി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നു എന്ന് പറയണം കേട്ടോ ഇത്. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. എല്ലാവരും ചെയ്യണ പോലെ തന്നെ. പിന്നെ കുടംപുളിയുണ്ട്, പിന്നെ കുടം വെച്ചിട്ടുണ്ട്, പുട്ട് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് തീ ഉറക്കാം ഇതിന്. അപ്പോൾ ഞാൻ ഇത് ചട്ടി ചൂടായിട്ടാ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതിയോ അമ്മച്ചി? ഇത് ഹൈനസ് പൊടിയാണ്. പൊടി നല്ല പൊടിയാണ്. ഹൈനസ് പൊടി മേടിച്ചിട്ടേക്കാം. കൊഴുക്കട്ടൊക്കെ നല്ലതാണ് ഹൈനസ് പൊടി. നമ്മ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന കാരണം നല്ല ഐസായിരിക്കും. കൊഴുക്കട്ടൊക്കെ പ്രത്യേകിച്ച് ഈ പൊടി മേടിച്ച് വേണം കൊഴുക്കട്ട ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി ഇടണേണ്ട അമ്മച്ചി? ഇതിൽ സവാള അരിഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം കൂടി കിട്ടും. ഉള്ളിയാണ് വേണ്ടത് കേട്ടോ. ഉള്ളി അധികം ഉണ്ട്. അമ്മച്ചി എപ്പോഴും ഉള്ളി വെച്ചിരിക്കും, വില കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഉള്ളി എത്ര ഉള്ളി എടുത്തിട്ടുണ്ട് അമ്മച്ചി? ഇത് 6 ചോളം ഉള്ളി മാത്രമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ മീനിന്. ഞങ്ങൾ ചെറിയൊരു സവാളയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മുരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ സവാള മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇഞ്ചി
വെളുത്തുള്ളിയൊക്കെ ചതച്ചതിടാം, പിന്നെ പച്ചമുളകും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഇത്. കൂട്ടാനേട് പൊരിഞ്ഞ് വരട്ടെ കേട്ടോ. പൊരിഞ്ഞിട്ടുണ്ട്, അത് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വരെ മഞ്ഞപ്പൊടി? ഇല്ല, 3. കൈക്കണക്കാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ പിരിയം പൊടിയാണ് ഇത്. എത്ര ഇടാം? എത്ര സ്പൂൺ? 3. സാധാരണ മുളക് പൊടി 3. ഞങ്ങളൊക്കെ കൊച്ചിക്കാർ എരിവിൻ്റെ ആൾക്കാരാണ് കേട്ടോ. 1, 2. മുളക് പൊടി കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചി. ഫ്രിഡ്ജിലാണോ വെച്ചോണ്ടേ? ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടുവന്ന മുളക് പൊടി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, കട്ടായി പോവും. അപ്പോൾ ഒന്ന് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അരപ്പ് മൊരിഞ്ഞ് നന്നായിട്ട്, അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി എണ്ണ തെളിയണം ഇത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ട നല്ല അടിപൊളി നല്ല പുളിയുള്ളതാണ് കേട്ടോ, കുറച്ചായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് അടുത്ത വെള്ളം ഒഴിക്കാം. അമ്മച്ചി ഇന്ന് റെസ്റ്റാണ് കേട്ടോ, അവിടെ ഇരുന്നാൽ മതി. എനിക്കിന്ന് റെസ്റ്റാണ്. നല്ല ആട് അരിപ്പ് വരിഞ്ഞ അരിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, എണ്ണ തിരിഞ്ഞ വെറുതെ ഇരുന്നാൽ മതി അവിടെ കേട്ടാ. ഞാൻ എല്ലാം റെഡിയാക്കി തരാം. ഞാൻ പുട്ട് റെഡിയാക്കട്ടെ കേട്ടാ. അതെ, തിളച്ച് കഴിയുമ്പോൾ ചെറുക്കിടപ്പിലാട്ട് വെക്കട്ടാ. കൈ പൊള്ളും. കാലി സൂക്ഷിക്കണം, കുടമറിയും. പുട്ട് അങ്ങനെയല്ല, ഞങ്ങളുടെ അകത്ത് പുട്ടിൻ്റെ പുറത്തോട്ട് ഇടണം, എല്ലാം താഴ്ത്തോട്ട് പോകും. ഇത് പോയില്ല. ഞങ്ങളുടെ മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് വിട്ടുള്ള ഒരു പരിപാടിയില്ല ഞങ്ങൾക്ക്. ചില്ലിട്ടുണ്ടാവും അമ്മച്ചിൻ്റെ ഉള്ളിൽ. റൊട്ടി കുട്ടി തീരണേ ചില്ലിട്ടുണ്ടാന്ന് കാണിച്ചേ. വീരൊക്കെ ഇട്ടുണ്ട്. ഇത് അറിയുന്നില്ലല്ലോ, അത് കറക്റ്റായിട്ട് ഉണ്ടാവും. ചില്ലിട്ടുണ്ട്. ഇതെന്താ കറക്റ്റായിട്ട് ഒരു കണ ഉണ്ടാക്കിയത്? ബാക്കി വന്നാണ് പിന്നെ ആലോചിക്കണം. പച്ചേട്ടനെ പുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇതുണ്ട പുട്ടിൻ്റെ ആവി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ട നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. എണ്ണ തെളിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതുണ്ട വെള്ളം ഒഴിച്ചോടി. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചേട്ടാ അമ്മച്ചി. ഇത്തിരി കുറച്ച് ഒഴിക്കുക. ഇനി ഒന്നും കൂടി തിളക്കണം. ഇനി അരിയൊക്കെ പഠിച്ച് ഇളക്കും. അമ്മച്ചി നമുക്ക് പഠിപ്പിച്ചു തന്നേണ്ടത്. മീനിടെ എനിക്ക് വെറുതെ ഇരുന്നിട്ട് അരിശം കയറ്. നിങ്ങൾ വെപ്പിൻ്റെ അടുത്ത് അരിശം കയറുന്നുണ്ട്. അമ്മച്ചിക്ക് പിടിക്കൂല ഞാൻ വെക്കണത്. പക്ഷെ ഞാൻ വെച്ചതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിട്ടിട്ടില്ല അമ്മച്ചി, ഇത്തിരി ഉപ്പിട്ടിട്ട് മീനിടാം നമുക്ക്. 1 സ്പൂൺ ഉപ്പിട്ടെ വേണ്ട, 1 സ്പൂൺ ഉപ്പിടണ്ട നമ്മൾ. അപ്പം ഇനി നമ്മൾ മീനിടുന്ന പരിപാടിയാണ്. ഇത് വേണ്ട, ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിരിക്കും എന്നാലും വാരി എടുക്കാൻ പറ്റുള്ളൂ. നുറുക്കുക. രണ്ടാക്ക് ഒരു മീൻ രണ്ടാക്ക്, 2 മീൻ രണ്ടാക്കണം. രണ്ടാക്കണം. എനിക്ക് രണ്ടാക്കണം ഇഷ്ടമല്ല. മുഴുവനായിട്ട് തിന്നണം ഇതൊക്കെ. ഒരെണ്ണം വറക്കാടുക്കാം അമ്മച്ചി. വേണ്ട, ഉണ്ട്. ഇവനും കൊടുത്ത് വെക്കണം. ക്യാമറമാനും വേണം അല്ലേ? പിന്നെ അപ്പോൾ നമുക്ക് അടുത്തേം കൂടി ഇടാം. ഈ ചട്ടി പോരട്ടാ, ഉരുളി തന്നെ വേണം. വേണ്ട, നല്ല ഉഗ്രം ചാറാണ് കേട്ടോ. ഞങ്ങൾ കൊച്ചിക്കാരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മീൻ തിളപ്പിക്കലെന്ന് പറയും. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ. നല്ല ഫ്രഷ് മീനാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞോളാം. ഇന്ന് നല്ലൊരു തിളച്ചായില്ലേ. ചാറ് ഇത്ര മതി. ഒരുപാട് ചാറ് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറായി പോകും. ഇത് ചാറ് കൂടും ഇപ്പം മീൻ പറ്റി വരുമ്പോൾ. കണ്ടോട്ടാ, ഇത് ഞാൻ മൂടി വെക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പുട്ട് നോക്കി ആവി വേണ്ടിയില്ല. ചീർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കട്ടെ. എന്താ കുത്താൻ പറ്റിയ സാധനം ഉള്ളത്? കമ്പി ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കമ്പി ഉണ്ടായിരുന്നു. കുറേ നേരം വെച്ചേക്കണം. അപ്പം ഒന്ന് നോക്കാം. അപ്പം പുട്ടിൻ്റെ ആവി വരുന്നുണ്ട് കേട്ടാ. ഇതേണ്ട, പുട്ടി നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പം നമ്മൾ മൂടി വെക്കണേ കേട്ടാ. അപ്പം നമ്മുടെ മീൻ കാണിച്ചു തരാം.
ആഹാ എന്താ സാധനം. ഇത് ഒന്നും കൂടി ഒന്ന് ഇരുന്ന് വറ്റണം ഇത് അല്ലേ എം ജി. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞേക്കണുണ്ട്. ഇതാണ് എണ്ണ തെളിഞ്ഞ. തിളക്കുമ്പോൾ അത്ര കൂടി വെക്കാൻ പാടില്ല. അത് കഴിയുമ്പോൾ കുറക്കണം. അപ്പോൾ നമ്മൾ വേപ്പില ഇവിടെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. വേപ്പില നമ്മൾ ഇടുന്നുണ്ട്. നല്ല നാടൻ വേപ്പില വീട്ടിലുണ്ടായതാണ്. വേപ്പില മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇവിടെ. അപ്പോൾ ഇന്ന് ഉപ്പുണ്ടാകുന്ന ഞാൻ നോക്കട്ടെ കേട്ടാ. ഉപ്പുണ്ടാകാൻ നോക്കാൻ അമ്മച്ചിക്ക് കൊടുക്കാം. ഇതുണ്ട് എണ്ണ തെളിഞ്ഞ ചാറാണ്. കൈ എൻ്റെ കൈ കൊള്ളിയല്ലേ, നിങ്ങൾക്ക് കാനിട്ട് തരും. കൊച്ചു പിള്ളേർ കൊടുക്കണമല്ലോ. വേണം. ഓക്കെ. എങ്ങനെയുണ്ട് സാധനം? ഉപ്പ് ഇത്തിരി കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ ചോര കളറാ ചാറിന്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ പറഞ്ഞു തന്നിട്ടാണ് നിറം കിട്ടിയത്. അപ്പോൾ പുട്ട് അമ്മച്ചിക്കാണ്ട് കൊടുക്കണത് ഞാൻ കുക്ക് ചെയ്ത സാധനങ്ങൾ. ഏതായാലും നീ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇത്തിരി പണിയായിട്ടുണ്ട്. നല്ല ചൂട് പൊട്ടിപ്പോയി. പക്ഷേ പൊട്ടിപ്പോയി. അത് കുഴപ്പമില്ല. ഇത് ചില്ലെന്നെടുത്ത് വെച്ചോട്ടെ. അമ്മച്ചൊരു കാര്യം ചെയ്യ്, ഈ പുട്ടിന് കാവലിരുന്നോ. ഞാൻ കറിയായിട്ട് വരാം. അമ്മച്ചിക്ക് കുക്ക് ചെയ്യണ ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരികയല്ലേ, അപ്പം ഇതുപോലെ സഹായിച്ചു തന്നാൽ മതി. ഇത് കണ്ടോ കേട്ടോ നമ്മുടെ കറിയുടെ സ്റ്റൈൽ കണ്ടോ. ആഹാ എന്താ സാധനം. മനോഹരമായിട്ടുണ്ടല്ലോ. കൊള്ളാം. ഞാൻ ചുറ്റിക്കട്ടെ. അങ്ങനെ ചുറ്റി മതി. അപ്പോൾ നമുക്ക് സർവ് ചെയ്യാം. സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയാം ചേച്ചി? ഞാൻ എടുത്ത് വെക്കും. അയ്യോ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോവാം. പൊട്ടാതെ ഞാൻ എടുക്കും. അങ്ങനെ ഇത് ചാറ് ഒഴിക്കാം. എന്താ ഇനി അവിടെ നിന്ന് ചാറ് ഒഴിക്കാൻ പാത്രത്തിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പുട്ടിൻ്റെ പാത്രത്തിലോട്ട് ഒഴിക്കുന്നത് നല്ലത്. പുട്ടമിച്ച് വേസ്റ്റ് ആക്കുമെന്ന് എനിക്കറിയാം. അതറിയാം. അതുകൊണ്ട് ഞാൻ ഇത്തിരി പുട്ടമിച്ച് കഴിച്ചാൽ ബാക്കി ഞാൻ കഴിച്ചോളാം. ചൂടൊന്ന് പോട്ടെ കേട്ടാ. നിൽക്ക് ഞാൻ പൈസ ഇത്തിരി പൈസ ആകുമ്പോൾ ചേട്ടൻ പഠിക്കുന്ന ഇപ്പോഴേ ഇത് പഠിക്കണേ. ഊതമിച്ചത് ചുമയുണ്ടല്ലോ എനിക്ക്. ഇത്തിരി എന്ത് ഭക്ഷണം കഴിക്കണം ചൂട് കഴിക്കുക. ഇതുണ്ടതേ അടിപൊളിയല്ലേ. അമ്മച്ചി അങ്ങനെ കഴിക്കൂല കേട്ടാ. അപ്പം അമ്മച്ചിനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം ഇത്തിരി ചാറും കൂടി വെച്ചിട്ട് ഊതിട്ടിട്ടാ. കൊച്ചുപിള്ളേർ കൊടുക്കണേ. ഞാൻ ഇത്തിരി കൂടി പ്രായമാകുമ്പോൾ നീ ഇങ്ങനെയൊക്കെ ശരിയാക്കി ഇപ്പോഴേ പഠിച്ചിരുന്നോ. ഊതിക്കാൻ പറ്റും. നല്ല ഊതിയിട്ട് കഴിച്ചാൽ മതി. ഊതിയിട്ടേ ആ പുട്ടും ആ മീൻ കഷ്ണം കൂടി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. നീ കഴിക്കാതെ മീൻ്റെ പുറത്ത് ചാറ് കോഴി ഒഴിച്ചു. അമ്മച്ചി കഴിക്ക്. ഞാൻ കഴിച്ചോളാം. കഴിച്ചോ. കഴിക്കണേണ്. ചൂട് കണ്ടില്ലേടാ. ചൂടുള്ള കഴിക്കാൻ പറ്റുന്നത്. എനിക്ക് പ്രായമാകുമ്പോൾ തണുത്ത് തന്നാൽ മതി കേട്ടാ. എങ്ങനെയുണ്ട് പറയാം. ഇവിടെ മീനെ മുള്ളുണ്ടാവും. ഇത് കഴിച്ചു നോക്കിയേ. പൊടിക്ക് കാണോ കഴിച്ചു. എങ്ങനെയുണ്ട്? ശരിക്കടുത്ത് കഴിക്കുക. ആൾക്കാർ പറയാൻ പറ്റി കഴിക്കില്ല. ഞാൻ ഭക്ഷണം തന്നില്ലെന്ന് പറഞ്ഞ നീ എന്ത് കാര്യം അങ്ങനെ പറയാണ്ട്. എൻ്റെ ബക്കലാണ് ഇവിടെ പോരാത്ത. ഇവര് പുറത്തുനിന്ന് എന്ത് പറഞ്ഞാലും എനിക്ക് വാങ്ങിച്ചു തരാം. എന്ത് പറഞ്ഞാലും എനിക്ക് മേടിച്ചു തരാനുള്ള മക്കളാണ് ഇവിടെ ഉള്ളത്. ഇതെന്താ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇത് നല്ല ചൂട് പിലോപ്പിയിൽ ഇത്തിരി ചാറ് ഒഴിച്ച് വേണ്ട. ഇത്തിരി കൂടുതൽ ചെയ്യുന്ന ടേസ്റ്റ് അറിയാൻ പറ്റും. വേണ്ട ഇപ്പോഴേ അത് ഭക്ഷണം കഴിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം. ഈ ഭാഗ്യം ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി. പിന്നെ ഒരു ദുഃഖമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ നമസ്കാരം. നിങ്ങൾ എൻ്റെ കുറവുകളും തെറ്റുകളും പറയുക. ഞങ്ങളത് അനുസരിച്ച് മുന്നോട്ട് പോകാം.